വെബോക്സ് മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ആലുവയിലാണ്. ഈ കാണുന്നത് ആലുവ റെയിൽവേ സ്റ്റേഷനാണ്, മെട്രോ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നിങ്ങളെല്ലാവരും തമ്പനയിൽ കണ്ടിട്ടുണ്ടാവില്ല. നമ്മളിന്ന് പോകുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ജനപ്രിയ നായകൻ ദിലീപേട്ടൻ്റെ വീട്ടിലേക്കും അതുപോലെ അപ്കമിങ് സൂപ്പർ സ്റ്റാർ നിവിൻ പോളിച്ചേട്ടൻ്റെ വീട്ടിലേക്കാണ്. ഈ കാണുന്നത് ആലുവ പുഴയാണ്. ഈ പുഴയുടെ രണ്ട് കരയിലായിട്ടാണ് നമ്മുടെ ഈ രണ്ട് സിനിമാ താരങ്ങളുടെയും വീട് വരുന്നത്. രണ്ടും അടുത്തടുത്ത് തന്നെയാണ്. അപ്പം നമുക്ക് ആദ്യം നേരെ നിവിൻ പോളിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകാം. ഈ കാണുന്നതാണ് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നിവിൻ പോളിച്ചേട്ടൻ്റെ വീട്. ഫസ്റ്റ് നോട്ടത്തിൽ തന്നെ നല്ല രസമുള്ളൊരു വീടാണ്. ഒരു ഒഴിഞ്ഞൊരു പറമ്പിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ വീട് വരുന്നത്. അതിനപ്പുറത്തെ ഒരു വലിയ ഫ്ലാറ്റും കൂടെ നമുക്ക് കാണാം. പിന്നെ നമുക്ക് നിവിൻ പോളിച്ചേട്ടൻ്റെ വീട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം. റോഡ് സൈഡിലാണ് വരുന്നത്. അതായത് സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും കുറച്ച് ഉള്ളിലേക്ക് മാറിയിട്ടാണ് വീട്, എങ്കിലും ഒരു റോഡ് സൈഡിൽ തന്നെയാണ് ചേട്ടൻ്റെ വീട് വരുന്നത്. വീടിൻ്റെ മുൻവശം കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഇരുനില വീടാണ് ഇത് വരുന്നത്, എങ്കിലും നല്ല ഓവറായിട്ടുള്ള വലിപ്പമൊന്നുമില്ല. ഒരു ഒതുക്കമുള്ള വീടാണ്. നല്ല ഒതുക്കവും ഭംഗിയും വൃത്തിയുള്ളൊരു വീടാണ്. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് ആലുവ പുഴ ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വ്യൂ ആയിരിക്കും ഇവിടുന്ന്. വീടിൻ്റെ പേര് കളപ്പറമ്പത്ത് എന്നാണ്. ഇത് നിവിൻ പോളിച്ചേട്ടൻ്റെ വീട്ടുപേരാണെന്ന് തോന്നുന്നു. രണ്ട് പേരാണ് ഉള്ളത്, രണ്ട് സൈഡിലായിട്ട്. ഒരു സൈഡിൽ കളപ്പറമ്പത്തും രണ്ടാമത്തെ സൈഡിൽ പോളി ബോണവെഞ്ചർ എന്നും ബോർഡിൽ എഴുതിയിട്ടുണ്ട്. നല്ല ഒരു വുഡൻ ഫിനിഷിലുള്ള ഗേറ്റാണ്. അതുപോലെ തന്നെ ഇവിടെ നല്ല സെക്യൂരിറ്റി സിസ്റ്റം ഒക്കെ ഉണ്ട്. ധാരാളം ക്യാമറകളും അതുപോലെ സെൻസറുകളൊക്കെ ഗേറ്റിൽ തന്നെ അവർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ മതിലിനോട് തൊട്ടടുത്തായിട്ട് തന്നെ പുറത്ത് തന്നെ ധാരാളം ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇത് കാണാൻ നല്ല രസമുണ്ടല്ലേ, നല്ല ഭംഗിയുണ്ട് ഇവിടുന്ന് കാണാൻ. ഉള്ളിലും ധാരാളം ചെടികൾ കാണുന്നുണ്ട്. നമുക്ക് പിന്നെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ ധാരാളം ചെടികൾ അവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഫ്ലാറ്റ്, നിവിൻ പോളിച്ചേട്ടൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് വരുന്ന ഫ്ലാറ്റാണിത്. ഒരുപാട് നിലകളുള്ളൊരു ഫ്ലാറ്റാണ്. നല്ല വൃത്തിയുള്ളൊരു ഏരിയ ആണ് ഇത്. നല്ലൊരു പോഷ് ഏരിയ ആണെന്ന് തോന്നുന്നു. നല്ല വൃത്തിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളോട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് തവണയായിട്ട് കമൻ്റായിട്ടും മെസ്സേജായിട്ടൊക്കെ ആവശ്യപ്പെട്ടിട്ടുള്ളായിരുന്നു നിവിൻ പോളിച്ചേട്ടൻ്റെ വീട് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നല്ലോണം സെക്യൂരിറ്റി നിവിൻ പോളിച്ചേട്ടൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ധാരാളം CCTV ക്യാമറകളൊക്കെ കാണുന്നുണ്ട്. നിവിൻ പോളിച്ചേട്ടൻ ഇപ്പോൾ ഇവിടെ അല്ല, കാനഡയിലാണ്, ഷൂട്ടിന് പോയിരിക്കുകയാണ്. ഇവിടെ ജനലിൽ ടർട്ടിൽ വൈൻ പോലത്തെ ധാരാളം ചെടികൾ തൂങ്ങി കിടക്കുന്നുണ്ട്. അതുപോലെ സിറ്റ് ഔട്ടിൽ എന്തോ ഒരു ചിത്രപ്പണി കാണുന്നുണ്ട്. പിന്നെ അവിടെ ഒരു സ്കൂട്ടി ഇരിക്കുന്നുണ്ട്. മതിലിനോട് ഉൾവശത്തായിട്ടും ധാരാളം ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും നല്ല വൃത്തിയും ഭംഗിയുള്ള ഒരു വീട് തന്നെയാണിത്. പിന്നെ നമുക്ക് നേരെ അടുത്തത് ദിലീപേട്ടൻ്റെ വീട് പോയിട്ട് കാണാം. ഇനി തൊട്ടപ്പുറത്ത് ആലുവ പുഴയാണ്, അതിൻ്റെ അപ്പുറത്ത് വരുന്നത് ദിലീപേട്ടൻ്റെ വീടാണ്. ഇത് നിവിൻ പോളിച്ചേട്ടൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രമാണ്. നിവിൻ പോളിച്ചേട്ടൻ എത്രത്തോളം പ്രശസ്തമാണോ അതുപോലെ തന്നെ ഈ ക്ഷേത്രവും പ്രശസ്തമാണ്. ഇതാണ് ആലുവ ശിവക്ഷേത്രം. ആലുവ ശിവക്ഷേത്രവും ആലുവ മണപ്പുറം ശിവരാത്രിയൊക്കെ എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കേട്ടിട്ടുണ്ടാകും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഫേമസ് ആണിത്. ശിവരാത്രിക്ക് ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും ഇല്ലല്ലോ എന്ന് നമ്മളെല്ലാവരും പറയാറുള്ളത്. ഞങ്ങളിപ്പോൾ ഉള്ളത് ആലുവ ശിവക്ഷേത്രത്തിലാണ്. ഇവിടെ ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു ഏട്ടനെ കണ്ടിങ്ങനെ പരിചയപ്പെട്ട് ഞങ്ങൾ ദിലീപേട്ടൻ്റെ വീട് വയ്ക്കണം. നമ്മുടെ സിനിമാ നടൻ ദിലീപേട്ടൻ്റെ വീട് വെച്ചേക്ക് ഏട്ടൻ നമുക്ക് വഴിയൊക്കെ പറഞ്ഞു തന്നു. ജസ്റ്റ് ഇവിടെ ഒരു ഫ്ലൈ ഓവർ ഉണ്ട്, അത് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്ത് എത്താൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ദിലീപേട്ടൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാന്നുള്ള അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോഴാണ് ഏട്ടൻ പറയുന്നത്. ദിലീപേട്ടൻ പഠിച്ച സ്കൂളിലെ ഡ്രൈവറായിരുന്നു. ദിലീപേട്ടൻ ആ സ്കൂളിൽ ഏകദേശം എത്ര ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു? ദിലീപേട്ടൻ നഴ്സറിയിൽ ആ സ്കൂളിലല്ലായിരുന്നു, 1 ക്ലാസ് മുതലാണ് സ്കൂളിൽ വന്ന് ചേർന്നത്. 10ാം ക്ലാസ് വരെ സ്കൂളിലുണ്ടായിരുന്നു. ഏട്ടൻ്റെ പേരെന്തായിരുന്നു? അജിത് കുമാർ സ്കൂളിലെ ഡ്രൈവറാണ്. അപ്പൊ ഈ ആലുവയ്ക്ക് സമീപം ദേശത്താണ് ദിലീപിന്റെ ആദ്യത്തെ വീട്. സ്കൂളിലെ പേര് ഗോപാലകൃഷ്ണൻ എന്നായിരുന്നു. സിനിമയിൽ വന്നതിന് ശേഷമാണ് ദിലീപായത്. ദിലീപേട്ടനക്ക് എത്ര വീടുണ്ട് ടോട്ടല്? ആലുവയിൽ ഇപ്പൊ 3 വീടുണ്ട്. 3 വീടുണ്ടല്ലേ? 2 വീട് ദിലീപിന്റെ അച്ഛൻ വാങ്ങിച്ചതാണ്. ദിലീപ് പണിത വീടാണ് ഇവിടെ. പഴയ വീട് വാങ്ങിച്ചിട്ട് പുതുക്കി പണിയാണ്. ഇപ്പൊ കാണാറൊക്കെ ഉണ്ടോ? ചില കാര്യങ്ങളൊക്കെ അമ്പലങ്ങളിലൊക്കെ വെച്ച് കാണാറുണ്ട്. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം പിന്നെ കണ്ടിട്ടില്ല. ചേട്ടന്റെ വീട് ഇവിടെ തന്നെയാണോ? ആലുവ തന്നെയാണല്ലേ? എത്രാം ക്ലാസ് വരെ ദിലീപേട്ട അവിടെ പഠിച്ച സ്കൂളിൽ? ദിലീപ് 10 വരെ പഠിച്ചു. 10 വരെ പഠിച്ചിട്ടുണ്ട്. സ്കൂളിൽ വെച്ച് മിമിക്രിയിലൊക്കെ നല്ല അപ്പൊ തന്നെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ? പിന്നെ ഫേമസ് ആയതിനു ശേഷം പല പ്രാവശ്യവും സ്കൂളിൽ ആനിവേഴ്സറിക്ക് സ്കൂളിൽ വരാറുണ്ട്, പ്രസംഗിക്കാറുണ്ട്. കുട്ടികളായിട്ട് ഞാൻ കഴിഞ്ഞ വർഷം റിട്ടയർ ചെയ്തു. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഓവർ ബ്രിഡ്ജ്. അതായത് ദിലീപേട്ടൻ്റെ വീട് വരുന്നത് ഈ ഓവർ ബ്രിഡ്ജിൻ്റെ തൊട്ടപ്പുറത്താണ്. ഇപ്പോൾ ഇവിടെ ധാരാളം സന്ദർശകരുണ്ട്. ഈവനിങ് ടൈമാണ്, നല്ല രസമാണ് ഇവിടെ വന്നിങ്ങനെ ഇരിക്കാൻ. ഇതാണ് ആലുവ മണപ്പുറം. ആലുവ മണപ്പുറത്ത് മഴക്കാലമായി കഴിഞ്ഞാൽ ധാരാളം വെള്ളം ഉണ്ടാവും. ആ അമ്പലം വരെ മൂടും.
ഇത് അവിടെ കണ്ടൊരു പ്രതിമയാണ്, നല്ല രസമുള്ളൊരു പ്രതിമയാണ്. ഇവിടെ ഇപ്പോൾ ധാരാളം സന്ദർശകർ വരാനുള്ള ഒരു പ്രധാന കാരണം ഇവിടുത്തെ ഒരു വൈബ് തന്നെയാണ്, ഒരു പോസിറ്റീവ് വൈബാണ് ഇവിടെ. നല്ലൊരു വൃത്തിയുള്ളൊരു സ്പേസാണ്. വൃത്തി എന്ന് പറഞ്ഞാൽ കാണാൻ പ്രകൃതിദത്തമായിട്ട് തന്നെ നല്ല രസമുള്ളൊരു ഏരിയയാണ്. ഇത് ഈ കാണുന്ന പാലവും അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഇപ്പോൾ ഈ സന്ധ്യാസമയത്ത് കാണുന്ന ഒരു ഓറഞ്ച് നിറത്തിലുള്ള സൂര്യനൊക്കെ കാണാൻ നല്ല രസമുണ്ടല്ലേ. പിന്നെ ഇത് ഈ പച്ച പുൽത്തകിടിയൊക്കെ എന്ത് രസമാണ്. ഇവിടെ ധാരാളം ആളുകൾ വന്നിട്ട് കുളിക്കുന്നുണ്ട്. അവിടെ ജാഗ്രതാ ബോർഡൊക്കെ കാണുന്നുണ്ട്, എങ്കിലും ധാരാളം ആളുകൾ അവിടെ വന്ന് കുളിക്കുന്നുണ്ട്. ആർക്കൊന്നും പറ്റാണ്ടിരിക്കട്ടെ. അപ്പം ഇനി നമുക്ക് പാലത്തിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള കാഴ്ചകൾ കാണാം. നമുക്കിനി പാലം കടന്നിട്ട് നേരെ ദിലീപേട്ടൻ്റെ വീട്ടിലേക്ക് പോകാൻ. പോകുന്ന വഴിക്ക് ആ പാലത്തിൻ്റെ മുകളിലുള്ള കാഴ്ചകൾ കൂടെ ഒന്ന് കാണാം. നല്ല ഇപ്പോൾ വെള്ളമുണ്ട്, ധാരാളമായിട്ട് വെള്ളമുണ്ട്. ഈ സന്ധ്യാസമയം